പ്രതിസന്ധികളിൽ പെരുമ്പാമ്പാവുക വളരെ മനോഹരമായ ഒരു പ്രോവർബാണ്. നമുക്ക് പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും തളർന്നു പോകും. ശാരീരികമായി തളരും, മാനസികമായി തളരും. ശരിക്കും മനസ്സിന് വയസ്സില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിന് വയസ്സില്ല. മനസ്സെന്നും ചെറുപ്പമാണ്. നമ്മൾ എന്താണോ മനസ്സിലോട്ട് കൊടുക്കുന്നത് അത് തന്നെ മനസ്സ് തിരിച്ചു തരും. നമ്മൾ പുറത്തുനിന്ന് ദുഃഖം അകത്തോട്ട് കൊടുത്താൽ ദുഃഖമായിരിക്കും തിരിച്ചു തരിക. സന്തോഷം കൊടുത്താൽ എന്താണോ പുറത്തുനിന്ന് അകത്തോട്ട് കൊടുക്കുന്നത് കമ്പ്യൂട്ടർ പോലെ തന്നെയാണ്. ഇൻപുട്ട് എന്താണോ അതനുസരിച്ച് ഔട്ട്പുട്ട് വന്നുണ്ട്. പ്രോസസ്സിങ് മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വളരെ സമാധാനത്തോടു കൂടി ഇരുന്ന് ആ പ്രതിസന്ധികളുടെ ആഴവും അതിൻ്റെ പ്രശ്നങ്ങളും വിശകലനം ചെയ്യുക. കളയേണ്ടത് കളയുക, ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുക, മറക്കേണ്ടത് മറക്കുക, പൊറുക്കേണ്ടത് പൊറുക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൊബൈൽ റിഫ്രഷ് ചെയ്യാറുണ്ടല്ലോ, സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യാറുണ്ടല്ലോ, കമ്പ്യൂട്ടർ റിഫ്രഷ് ചെയ്യാറുണ്ടല്ലോ, ഡാറ്റ ഫോർമാറ്റ് ചെയ്യാറുണ്ടല്ലോ. എന്തുകൊണ്ട് മൈൻഡിനെ ഫോർമാറ്റ് ചെയ്യുന്നില്ല? ബുദ്ധിയെ ഫോർമാറ്റ് ചെയ്യുന്നില്ല? ഗൗരവം ആലോചിച്ചോളൂ. അപ്പോൾ വളരെ രസകരമായി നമുക്ക് ഓരോ പ്രശ്നം വരുമ്പോഴും അത് പരിഹരിക്കുമ്പോഴാണ് നാം വ്യത്യസ്തനാകുന്നത്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴാണ് നാം ധൈര്യമുള്ളവരാകുന്നത്. കാലിൽ മുള്ളു കൊള്ളുമ്പോഴാണ് പിന്നെ അടുത്ത പ്രാവശ്യം മുള്ളു കാണുമ്പോഴും മുള്ളു കൊണ്ടാലുള്ള പ്രശ്നങ്ങളും മുള്ളു കൊണ്ടാൽ എന്ത് ചികിത്സ ചെയ്യണമെന്നും മാത്രമല്ല ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ഒക്കെ കഴിയുന്നു ആ രീതിയിൽ ഓരോ അനുഭവങ്ങളെയും എടുത്താൽ ഒരു പ്രതിസന്ധിയെയും നമുക്ക് വലിയ ബുദ്ധിമുട്ടായി വരികയില്ല. എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും. തീർച്ചയായും കഴിയണം. നമുക്ക് അങ്ങനെ കഴിയുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത്. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച മനുഷ്യർ പ്രകൃതിയോട് മല്ലടിച്ചു, പ്രകൃതിയെ കീഴ്മേൽ മറിച്ചു ഒക്കെ തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. എന്നും പോരാടി തന്നെയാണ് വന്നത്. ആരും സുഖമായി ഒരു രക്തവും ചൊരിയാതെ, ഒരധ്വാനവും വിയർപ്പും പൊടിയാതെ, ഒരധ്വാനവും കാഴ്ചവെക്കാതെ ആരും മുമ്പോട്ട് പോയിട്ടില്ല. അപ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ, ദുരാരോപണങ്ങൾ എല്ലാം നമ്മെ തേടിയെത്തും. പക്ഷെ അങ്ങനെയൊക്കെ കാരണം നമുക്ക് അല്പം പ്രശസ്തി കിട്ടിയാൽ, പേര് കിട്ടിയാൽ, അല്പം സമ്പത്തുണ്ടായാൽ സംശയത്തോടു കൂടിയായിരിക്കും സമൂഹം നമ്മെ വീക്ഷിക്കുന്നത്. അപ്പോൾ വളരെ ഗൗരവമായി മറ്റുള്ളവർ കുറ്റം പറയുക, കുഴപ്പം പറയുക, നമ്മുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കുക, ഇതെല്ലാം വരും. അപ്പോഴെല്ലാം നാം തളർന്നു പോയാൽ പിന്നെ തളരാനല്ലേ സമയമുണ്ടാവുകയുള്ളൂ. എപ്പോഴാണ് വളരാൻ സമയമുണ്ടാവുക? അതുകൊണ്ട് എല്ലാം മനസ്സിൻ്റെ പുറത്ത് നിൽക്കട്ടെ. അകത്തേക്ക് ഒരു പ്രതിസന്ധിയെയും കൊണ്ടുപോകണ്ട. അത് ഫ്രഷായിരിക്കട്ടെ, എപ്പോഴും ഫ്രഷായിരിക്കട്ടെ. ഓരോ പ്രതിസന്ധികളിലും പെരുമ്പാമ്പാവുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുക. നമ്മളോടൊപ്പമുണ്ട് ജീവിതം.